RSSന് പണയം വെച്ച തിരുവനന്തപുരം കോർപ്പറേഷനെങ്കിലും 1-10 സീറ്റ് തിരികെ പിടിക്കാൻ കോൺഗ്രസിന് കഴിയണം. എന്താണ് UDF, എന്താണ് LDF? തിരുവനന്തപുരം വെളപ്പിൽശാല മുതൽ തൃശൂർ ലാലൂർ വരെ കണ്ട് ജീവിതാനുഭവങ്ങൾ അറിഞ്ഞ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ശ്രീ ജേക്സി തോമസ്, ഇപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സവിശേഷത ത്രികോണ മത്സരം നടക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJP 2ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള കോർപ്പറേഷനാണ്. കേരളത്തിൽ ഇന്നേ വരെ BJPക്ക് ഒരു കോർപ്പറേഷൻ കിട്ടിയിട്ടില്ല. തിരുവനന്തപുരം പിടിക്കണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. തിരുവനന്തപുരം നഗരത്തിലാണ് BJP കേരളത്തിൽ ആദ്യമായി ഒരു നിയമസഭാ സീറ്റ് ജയിച്ചപ്പോൾ അവർക്ക് ആ സീറ്റ് കിട്ടിയത് നേമത്താണ്, അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അവിടെ നിൽക്കുന്നു. കോൺഗ്രസ് പ്രമുഖരെ തന്നെ KS ശബരിനാഥനും നേമം ഷജീറും തുടങ്ങി 21 വയസ്സുള്ള വൈഷ്ണയെ വരെ രംഗത്തിറക്കി ആദ്യമേ കളത്തിലിറങ്ങുകയും ചെയ്യുന്നു. ഞാൻ പറയുന്നത് കോൺഗ്രസ് വളരെ സീരിയസ് ആയിട്ട്, UDF വളരെ സീരിയസ് ആയിട്ട് ജയിക്കാനായി മത്സരത്തെ കാണുന്നു. ജയിക്കുന്നോ തോക്കുന്നോ ഒക്കെ ഉള്ളത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ അവർ സീരിയസ് ആയി തുടങ്ങുന്നു. 9 ദിവസം നീണ്ടു നിൽക്കുന്ന കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള വിചാരണ യാത്ര നടത്തുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായി നടത്തുന്നു എന്നുള്ളിടത്ത് നിങ്ങൾക്കൊരു സൂചനയില്ലേ? ഒന്നാമത് ഇതൊരു ഈസി ബാറ്റിലല്ല, ഇതൊരു ത്രികോണ മത്സരമാണ്. അവിടെ ഓരോ വോട്ടും നിർണായകമാണ്. കളത്തിൽ ഇറങ്ങാൻ സമയമായി എന്നൊരു സൂചന അതിൽ നിന്ന് വായിക്കുന്നുണ്ടോ ജയിക്ക്? തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ അത്തരം നീക്കങ്ങളെ നമുക്ക് നല്ല സ്വാഗതം ചെയ്യാമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചർച്ചയുടെ തൊട്ട് മുമ്പത്തെ ഭാഗങ്ങളിൽ രണ്ടുപേരുടെയും പ്രതികരണങ്ങളും നമുക്ക് വ്യക്തമാക്കാൻ കഴിഞ്ഞു. അതായത് ഒരു 3 പതിറ്റാണ്ടിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനാർഹമായ ഭരണം കാഴ്ചവെച്ച ചരിത്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷന് സവിശേഷകരമായും കേരളത്തിൽ പൊതുവിലും പറയാനുള്ളത്. ആ സവിശേഷകരമായ ചരിത്രത്തിൽ ശ്രദ്ധേയ പ്രതിപക്ഷ സ്ഥാനത്തിന് നേതൃപദവി ഉണ്ടായിരുന്നു കേരളത്തിലെ കോൺഗ്രസിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. പക്ഷേ ആ കോൺഗ്രസ് സംവിധാനം തകർന്ന് തരിപ്പണമാവുകയും ആ കോൺഗ്രസ് സംവിധാനത്തിന്റെ അലകും പിടിയും അടിത്തറയും മേൽക്കൂരയുമായി പരിരക്ഷിച്ചിരുന്ന വലിയൊരു വിഭാഗം വരുന്ന വോട്ടർമാർ ഒന്നടങ്കം അങ്ങ് തൊട്ടു മുമ്പ് സൂചിപ്പിച്ച നേമം നിയോജക മണ്ഡലത്തിൽ BJPക്ക് ആദ്യ വിജയം ലഭിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് വാർഡുകളിലെ മഹാഭൂരിപക്ഷം വരുന്ന വോട്ടർമാർ സംഘപരിവാർ വൽക്കരിക്കപ്പെടുകയോ വർഗീയ രാഷ്ട്രീയത്തിന്റെ പ്രണയിതാക്കളായി മാറുകയോ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2 അക്കം തികയ്ക്കാൻ പാടുപെടുന്ന കോൺഗ്രസ് അനുഭവങ്ങളുടെ പ്രതീകമായിട്ടാണ് ഇന്ന് തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷനിൽ കോൺഗ്രസ് നിൽക്കുന്നത്. ആ അവസ്ഥയിൽ നിന്ന് കോൺഗ്രസ് രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തുന്നുണ്ടോ? അതിന് യുവതീ-യുവാക്കൾ, ട്രാൻസ്ജെൻഡറുകൾ, പ്രായമായവർ, മുതിർന്നവർ, അനുഭവ സമ്പത്തുള്ളവർ ആരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഒരു പൊതുവിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി തിരുവനന്തപുരവും കേരളവും തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും സ്വാഗതം ചെയ്യും എന്നതുപോലെ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ വെടിവെച്ചിടത്ത് തന്നെ ലക്ഷ്യം കൊള്ളണം. RSSലേക്ക് കൂറുമാറിപ്പോയ തങ്ങളുടെ വോട്ട് തിരികെ പിടിക്കാൻ RSSന് പണയം വെച്ച തിരുവനന്തപുരം കോർപ്പറേഷനെങ്കിലും 1-10 സീറ്റ് തിരികെ പിടിക്കാൻ കോൺഗ്രസിന് കഴിയണം. അങ്ങനെയെങ്കിൽ നമുക്കെല്ലാവർക്കും അത് സ്വാഗതാർഹമാണ്, പ്രതീക്ഷാ നിർഭരമാണ്. പക്ഷേ ഈ കാര്യങ്ങൾ വിശദീകരിക്കവേ കോർപ്പറേഷനെ കുറിച്ച് തന്നെയാണ് രണ്ടാളുകളും വിശദീകരിക്കാൻ ശ്രമിച്ചത്. ബഹുമാനിയനായ BJPയുടെ പ്രതിനിധിയും ബഹുമാനിയനായ കോൺഗ്രസിന്റെ പ്രതിനിധിയും രണ്ടാളുകളും പറയാൻ ശ്രമിച്ചത് അത്രയും തിരുവനന്തപുരം കോർപ്പറേഷനും ആ കോർപ്പറേഷന്റെ മേയർ പദവി അലങ്കരിക്കുന്ന ബഹുമാനിയായ ആര്യയും ഇവരൊക്കെ അഴിമതി നടത്തി എന്നുള്ളതാണ്. ബഹുമാനിയായ BJP പ്രതിനിധി, അങ്ങേക്ക് ഇക്കാര്യത്തിനകത്ത് അല്പം കൂടെ ഗൗരവമായ ഒരു അഭിപ്രായം പറയാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതിയ ആളാണ് അങ്ങ് ഇത്രയും ചെറുതായി പോകാൻ പാടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒക്ടോബർ മാസം 23, 2024, അതായത് നമ്മളിവിടെ ചർച്ചയ്ക്കായി ഒത്തുചേരുന്നതിന് കൃത്യം 1 വർഷം മുമ്പ് യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള അർബൻ മിനിസ്ട്രി 2 അവാർഡുകളാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷന് കൊടുത്തത്. രാജ്യതലസ്ഥാനത്ത് വിളിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ സെക്രട്ടറിയെയും മേയറെയും വിളിച്ചാദരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ആങ്കർക്ക് അറിയണ്ടേ? ചർച്ച കാണുന്ന മാതൃഭൂമിയുടെ പ്രേക്ഷകർക്ക് അറിയണ്ടേ? ലോകമെമ്പാടുമുള്ള മാതൃഭൂമി പ്രേക്ഷകരെ നിങ്ങൾ കാണേണ്ടത് 2024 ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോർപ്പറേഷന്റെ ഗുഡ് ഗവേണൻസ് അവാർഡ് കരസ്ഥമാക്കിയത് BJPയാൽ രാഷ്ട്രീയത്താൽ നയിക്കപ്പെടുന്ന യൂണിയൻ ഗവൺമെന്റ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോർപ്പറേഷനായി തെരഞ്ഞെടുത്ത് ആദരിച്ചത് ഇതേ തിരുവനന്തപുരം നഗരസഭയെയും അതിന്റെ മേയറെയുമാണ്. അതുമാത്രമല്ല, ഏറ്റവും മികച്ച കുടിവെള്ള വിതരണത്തിലും ഏറ്റവും മികച്ച ശുചിമുറി മാലിന്യ ശേഖരണത്തിലും വൃത്തിയിലും 2024 പ്രഥമ പരിഗണനയോടുകൂടെ അവാർഡ് നൽകി ഹഡ്കോയും യൂണിയൻ ഗവൺമെന്റിന്റെ മിനിസ്ട്രിയും ആദരിച്ചത് ഇതേ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനെയാണ്. അഴിമതിക്കാരി എന്ന പച്ചക്കള്ളം യാതൊരു ഉളുപ്പുമില്ലാതെ പറഞ്ഞ ഇതേ മേയറെയും കോർപ്പറേഷനെയും 2 തവണ 2024 മാത്രം യൂണിയൻ ഗവൺമെന്റ് ആദരിച്ചു. ഷാങ്ഹായ് കോർപ്പറേഷനും അതോടൊപ്പം തന്നെ UN ഹാബിറ്റാറ്റും. UN ഹാബിറ്റാറ്റ് എന്തായാലും ഒരു CPM ഏജൻസിയാണെന്ന് വിവരമുള്ള ആരും പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ UN ഹാബിറ്റാറ്റും ഷാങ്ഹായ് നഗരസഭയും ചേർന്ന് നൽകുന്ന ഷാങ്ഹായ് അവാർഡ്, ദീർഘവീക്ഷണമുള്ള കോർപ്പറേഷനും ഭരണസമിതിക്കുള്ള അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ഇതേ തിരുവനന്തപുരം നഗരസഭയ്ക്കാണ്. ലൈഫ് മിഷൻ മുഖാന്തരം 2024 ഒരു അവാർഡ് ലഭിച്ചു. എന്താണെന്ന് അറിയുമോ കോൺഗ്രസ് BJP പ്രതിനിധികൾക്ക്? 2024 മാർച്ച് മാസം
10,047 വീട് പൂർത്തീകരിച്ച് താക്കോല് കയ്യിൽ കൊടുത്തു. അതിനുവേണ്ടി ലൈഫ് മിഷൻ അവാർഡ് ലഭിച്ചു, തുടർച്ചയായി ആർദ്രം മിഷന്റെ അവാർഡ് ലഭിച്ചു. ഇത്ര അവാർഡുകൾ അഖിലേന്ത്യാ തലത്തിൽ, അന്തർദേശീയ തലത്തിൽ ഷാങ്ഹായ് കോർപ്പറേഷനും ഹ്യൂമൻ ഹാബിറ്റാറ്റ് മുതൽ ഇന്ത്യയിലെ യൂണിയൻ ഗവൺമെന്റും കേരളത്തിലെ ആർദ്രം മിഷനും ലൈഫ് മിഷനും വരെ നൽകി ആദരിച്ച പുകൾപ്പറ്റ ഒരു ഭരണ സംവിധാനത്തിന്റെ ഇടതുപക്ഷ പ്രതീകമായ തിരുവനന്തപുരം കോർപ്പറേഷനെയാണോ നിങ്ങൾ ഈ തൊടുന്യായങ്ങൾ കൊണ്ട് ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നേതാവായിട്ടുള്ള കേന്ദ്രമന്ത്രിയെങ്കിലും പറഞ്ഞു തിരുത്താൻ ശ്രമിക്കണം. ഇതൊരു തിരുവനന്തപുരത്തിന്റെ മാത്രം അനുഭവമല്ല. ചർച്ചയുടെ തുടർച്ചയിൽ നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. മാലിന്യ സംസ്കരണം തിരുവനന്തപുരത്ത് വിളപ്പിൽശാല ആങ്കറുടെ ഓർമ്മയിലുണ്ടായിരുന്നല്ലോ. എത്രയോ നഗരസഭകൾ, എത്രയോ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ പ്രത്യേകത എന്താണ്? ഒറ്റവാചകം പറഞ്ഞ എന്റെ ഭാഗം നിർത്തുകയാണ്. ആങ്കർ ഓർമ്മിക്ക് തൃശ്ശൂരിൽ IM വിജയന്റെ പേരിൽ നമ്മൾ ഇന്നൊരു അന്തർദേശീയ നിലവാരമുള്ള സ്റ്റേഡിയം പണിത് ഉദ്ഘാടനം ചെയ്തു. ഏതാ സ്ഥലം? ഈ കോൺഗ്രസ് നേതാക്കന്മാർ സംസ്ഥാനവും തൃശ്ശൂരും ഒരുമിച്ച് ഭരിച്ചിരുന്ന കാലയളവിൽ മാലിന്യം നിക്ഷേപിച്ച് മുടിപ്പിച്ച് മുച്ചൂടാക്കിയ ഒരു സ്ഥലത്തെ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിലൂടെ വീണ്ടെടുത്ത് IM വിജയന്റെ, മലയാളിയുടെ അഭിമാന താരകത്തിന്റെ പേരിൽ ഇന്ന് സ്റ്റേഡിയം പണിത് അതിന് ഉദ്ഘാടനം നിർവഹിച്ചു. എന്താണ് UDF, എന്താണ് LDF? തിരുവനന്തപുരം വിളപ്പിൽശാല മുതൽ തൃശ്ശൂർ ലാലൂർ വരെ കണ്ട് ജീവിതാനുഭവങ്ങൾ അറിഞ്ഞ ജനങ്ങൾ തീരുമാനിക്കട്ടെ.